നമ്മൾ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ അമ്മ എന്ന് പറയുമ്പോൾ ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട്. ആറന്മുളയിലെ വലിയൊരു തറവാട്ടിലെ അംഗമായിരുന്ന ആ അമ്മ വളരെ കുറച്ചു കാലം മാത്രമേ അവരുടെ സ്വന്തം തറവാട്ടിൽ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് മലയാള സിനിമയുടെ തറവാട്ടമ്മയായി മാറിയ ആരാധ്യയായ ആ കലാകാരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഞാൻ ഹൃദയപൂർവ്വം വരവേൽക്കട്ടെ ശ്രീമതി ആറന്മുള പൊന്നമ്മ. കുറച്ചൊരു അസൂയയോടുകൂടി തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം? ആരോഗ്യമാണോ ഇത്? പിന്നെ പക്ഷേ ഇത്രയെങ്കിലും ഈ പ്രായത്തിൽ ഇത്രയെങ്കിലും ആരോഗ്യം ഉണ്ടല്ലോ, 92-ാം വയസ്സിൽ എന്നൊരു ന്യായമുണ്ട് സത്യത്തിൽ. ആരോഗ്യം പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. നമുക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആ ചിട്ടയും ആ ജീവിത രീതിയുടെയും കാണും. പിന്നെ ഇത്രയും ആരോഗ്യമുള്ള ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ചെറുപ്പം വെജിറ്റേറിയൻ മാത്രമേ അല്ലല്ല, എല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പം പിന്നെ അതിലൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ മീനൊക്കെ കഴിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ കൊച്ചിലെ അമ്മയാണ് അതിൻ്റെ ചെറുപ്പം മുതൽ വെളുപ്പം കാലത്ത് എഴുന്നേൽക്കണമെന്നും സ്കൂളിൽ പോകണോ ജോലിയുണ്ടോ ഇല്ലെങ്കിലും രാവിലെ കുളിക്കുക, ആ ഒരു നിഷ്ഠ, വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പേ മേലെ കഴുകുക, വിളക്ക് കത്തിക്കുക, നമ്മൾ ചെയ്യേണ്ട ഒരു ചിട്ട പഠിപ്പിച്ച അമ്മയാണ്. കൊച്ചിലെ അമ്മ സംഗീതം പഠിപ്പിച്ചു. 7 വയസ്സായി അമ്മ പാടുമായിരുന്നു. 7 വയസ്സ് മുതൽ സംഗീതം അഭ്യസിപ്പിച്ചു. ആ സംഗീതമാണ് ഈ കലാരംഗത്ത് വരാനുള്ള ഒരു അടിസ്ഥാനം. അമ്മയാണ് പഠിപ്പിച്ചത്. വെളുപ്പം കാലം 5 മണിക്ക് എണീറ്റ് 1 മണിക്കൂർ സാധനം ചെയ്യണം. അത് കഴിഞ്ഞാൽ പമ്പയാറിൻ്റെ തീരത്താണ് വീടേ. രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ആറ്റിപ്പോയി കുളിച്ച് വന്ന് പിന്നെ ഒരു ഗ്ലാസ് കാപ്പി എന്തെങ്കിലും തരൂ. പിന്നെ സ്കൂളിലെ പഠിക്കണം. അങ്ങനെ ചിട്ടയുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് നാമം ജപം, അത് 1 മണിക്കൂർ. അത് ഇന്ന കീർത്തനങ്ങൾ അത് ചിട്ടയായിട്ട് അത് ചൊല്ലണം. എല്ലാവരും കൂടി ഇരുന്ന്, ഞങ്ങൾ 5 മക്കളും അമ്മയും ഇരുന്ന്. അങ്ങനെ ഒരു അച്ഛൻ കൊച്ചിലെ മരിച്ചു പോയി 9 വയസ്സിലെ. അപ്പോൾ ആ ജീവിത രീതി ഇന്ന് ഞാൻ തുടരുന്നുണ്ട് സത്യത്തിൽ. അപ്പോൾ അമ്മ കർശനമായിരുന്നു. അമ്മയെ സ്നേഹത്തിൽ കൂടെയുള്ള പേടിയായിരുന്നു. ആ ഒരു കാലമൊക്കെ ഒരുപാട് സമ്പന്നമായിരുന്നല്ലേ, ഒരുപാട് നിലവും പാടവും ആ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നെല്ലാണ്. അച്ഛനാണെങ്കിൽ വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നേ. മലയത്ത് കേശമുള്ള 3000 നെല്ല് പാട്ടം മലയത്തെ മേടയുടെ മുകളിലാണ് അറ. ഈ ആറ്റുതീരമായതുകൊണ്ടേ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മ പറയും, ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. അപ്പോൾ ഈ മരുമക്കത്തായ കാലത്ത് അച്ഛൻ മരിച്ചു പോയി. മക്കൾക്ക് അച്ഛൻ്റെ സ്വത്തിനൊന്നും അവകാശമില്ല. എല്ലാം മരുമക്കൾക്കാണ്. 12-ാമത്തെ വയസ്സായപ്പോൾ ഒരു സാറ് വന്നിട്ട് എന്നെ കുറച്ച് നാൾ പഠിപ്പിച്ചു. പാട്ട് പഠിപ്പിച്ചിട്ട് അന്ന് പരീക്ഷയുണ്ട്, ലോവർ ഹയറും, മനസ്സിലായില്ലേ. അപ്പം സാറ് പറഞ്ഞു, ഇവിടെ ഇത്രയൊക്കെ പാടുന്നില്ലേ, പരീക്ഷയ്ക്ക് ചേർക്കണം. ഞാനപ്പോൾ 2nd 4th മറ്റോ പഠിക്കുക ഇംഗ്ലീഷ് സ്കൂളിൽ. എന്നെ പരീക്ഷയ്ക്ക് ചേർത്തു, ഹയറിന് ചേർത്തു. കാരണം അത്രയും കീർത്തനങ്ങളൊക്കെ ഞാനപ്പോൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പരീക്ഷയ്ക്ക് ചേർത്തു, ഹയർ പാസ്സായി. 2nd 4 കഴിഞ്ഞു. 3rd 4th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 15-ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ വേറെ അനന്തരവനെ, നേരെ അനന്തരവനല്ല അനന്തരവനാണ്, കുഞ്ഞമ്മയുടെ കല്യാണം കഴിപ്പിച്ചു. 16 വയസ്സും 6 മാസം ആയപ്പോൾ മോളെ പ്രസവിച്ചു. പിന്നെ അപ്പോഴേ സ്കൂളിൽ ജോലി കിട്ടി എനിക്ക്, ഹയർ പാസ്സായത് കാരണം. ഈ സാറ് വന്നപ്പോൾ പറഞ്ഞ്, ഹയർ പാസ്സായിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടും. അപ്പം ഇങ്ങനെ ജോലിക്ക് പോകാത്തതുകൊണ്ടാണ് എന്നെ ജോലിക്ക് പ്രേരിപ്പിച്ചത് സാറ്. അപ്പോൾ അമ്മ പറഞ്ഞാൽ, നീ ജോലിക്ക് പോകുമ്പോൾ പൊയ്ക്കോളും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ പോയിട്ടേ ഇല്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഒന്നിനും പോയില്ലെങ്കിലും ഈ കലാരംഗത്ത് വരാനും നാടകത്തിന് വിടാനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വെച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. ഇപ്പോൾ 29-ാമത്തെ വയസ്സിലാണ് ഈ നാടകത്തിന് വന്ന് വിളിക്കുന്നത് എന്നെ, വെളുപ്പിളിച്ചേട്ടൻ പാട്ട് പാടുന്നത് വെച്ചിട്ട്. അങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി അഭിനയിക്കാനായിട്ട് ആദ്യം. അപ്പം 30-ാമത്തെ വയസ്സിലാണ് നാടകം അഭിനയിക്കുന്നത്. 29 കഴിഞ്ഞ് ഭാഗ്യലക്ഷ്മിയാണ് ആദ്യത്തെ നാടകം. ഞാനിപ്പോഴും ഓർക്കുന്നത്, അരിപ്പാട്ടി ഞങ്ങൾ ആലപ്പുഴ ഷൂട്ടിങ്ങും കഴിഞ്ഞ് അരിപ്പാട്ടി ചെന്നപ്പോഴത്തേക്കും തിയേറ്ററിൽ ആൾ കയറി പൂക്കുവിളി ബഹളം. അപ്പം ഞാൻ ചെല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മാനേജർ പഠിക്കൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പം ഞാൻ ചെന്നാലേ തുടങ്ങാം, ഞാൻ 3-ാമത്തെ സീനിലേ വരുന്നുള്ളൂ. പക്ഷേ ഞാൻ ചെല്ലാതെ അവർക്ക് തുടങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് മേക്കപ്പൊക്കെ ഇട്ടു, പാട്ട് പാടിക്കൊണ്ടാണ്, ഒരു ശ്ലോകം പാടിക്കൊണ്ടാണ് പൂജ. അതാണ് ഭാഗ്യലക്ഷ്മി ആദ്യത്തെ ഒരു യാകുന്ദേന്തു തുഷാരഹാര ധവള എന്നൊരു ശ്ലോകമുണ്ട്. ശശിധരൻ എന്ന് പറയുന്ന സിനിമയിൽ മിസ് കുമാരിയായിരുന്നു നായിക. നായികയുടെ അമ്മയായിട്ടാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. ആലപ്പുഴയാണ്. NB ചെലപ്പന്നാരി ഏട്ടൻ്റെയാണ് ശശിധരൻ നാടകം. പ്രേമവൈചിത്ര്യം അഥവാ ശശിധരൻ BA എന്നും പറഞ്ഞ് എൻ്റെ അനിയനും ആദ്യം നാടകം കളിച്ചതാണത്. അതാണ് ഈ സിനിമ. എനിക്കൊരു പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. ക്യാമറ ഇരിക്കുന്ന അറിയാതെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ക്യാമറയിൽ. അത് പിന്നെ മനസ്സിലായത് നോക്കിക്കൂടാ. സാധാരണ പോലെ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് സ്വന്തം സമ്പാദ്യം
ജോലിയില്ലാതെ ഒന്നും പെണ്ണെ തരാൻ പറ്റില്ല, പണമില്ലെന്നേ, പണത്തിനേ ഉള്ളൂ കുറവ്, അഭിമാനത്തിന് ഞങ്ങൾക്ക് കുറവൊന്നുമില്ല, മേലാൽ ഇവിടെ വരികയോ വിലാസിനെ കാണുകയോ ചെയ്യരുത്, കൂട്ടന് പോകാം എന്നും പറഞ്ഞ് ഒരു യാജ്ഞ പറയുമ്പോൾ ഇയാൾ അങ്ങ് എണീറ്റ് പോകാൻ തന്നെ അങ്ങനെ ഒരു രംഗമായിരുന്നു ആദ്യത്തെ. ഞാനവർക്ക് ചിലരൊക്കെ പറയും ആ രംഗം കാണാൻ വേണ്ടി കയറിയിരിക്കുമായിരുന്നു. 5ാമത്തെ പടമാണ് അമ്മ എന്ന് തന്നെയുള്ള ടി വാസുദേവൻ്റെ അമ്മ. അതിൽ തിക്കുറിശിയായിരുന്നു മകൻ. ബി എസ് സരോജ എന്ന് ജീവിത നൗകയൊക്കെ ഇറങ്ങി നല്ല പേരിലിരിക്കുന്ന സമയമാണ്. അവൾ മകള്, തിക്കുറിശി മകൻ, ലളിത പത്മിനി വലിയ ലളിത മരുമകള്, നല്ല സ്റ്റാർ വാല്യുള്ള പടം. നല്ല പടം. ശരിക്കും പ്രായത്തിന് ഇളയതാ, 1 വയസ്സും 10 മാസം ഇളയത്. അന്നൊന്നും അവർക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ ഒന്നും വിളിക്കില്ല, പേരൊന്നും വിളിക്കില്ലായിരുന്നു. എന്നോട് വല്ലതും പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിനോട് പറയും, ചേട്ടാ ഇങ്ങനെ നാടകക്കാലത്ത് ഇന്ന ഡയലോഗ് ഇന്ന പോലെ പറയണം എന്ന് പറയാം. അപ്പം നീ എന്നോട് വന്ന് ചോദിക്കും, നീ എന്താ ഇങ്ങനെ പറയാം? ഞാൻ പറഞ്ഞു എനിക്കതൊക്കെ അറിയാം, ഞാൻ പറഞ്ഞോളാം. ലവ് സീന്, ഒരു ചെറിയ സീനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് നാടകം കളിച്ചത്. പിന്നെ അമ്മയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ സത്യത്തിൽ ഒരമ്മയോടുള്ള ബഹുമാനമൊക്കെ, അല്ലാതെ ഈ വേണ്ടാത്ത വർത്തമാനമൊന്നും ഞാനിരിക്കുമ്പോൾ പറയുകയൊന്നും ചെയ്തിട്ടില്ല ഒരിക്കലും. ഞാൻ മോനായിട്ട് അഭിനയിച്ചെങ്കിലും പിന്നെ നായികമാരുടെയൊക്കെ അമ്മയും അച്ഛനുമായിട്ടായിരുന്നു ഞങ്ങൾ. ഒരുപാട് പടങ്ങളിൽ തിക്കുറിശി ഞാൻ. അപ്പോൾ തിക്കുറിശി എടീന്ന് വിളിക്കും, എവിടെ അടി ആ കൊട്ട് കേൾക്കുന്നതെന്ന് ഒരിക്കൽ ചോദിക്കണം. കൃഷ്ണൻ നായർ ഡയറക്റ്റ് ചെയ്യുന്ന പടം വിയർപ്പിൻ്റെ വില. കൃഷ്ണൻ നായരെ ഈ എടീന്ന് പറയാതെ പറഞ്ഞാൽ എന്താ? അതെന്താ? അല്ല എന്തോ എനിക്ക് എന്നെ അങ്ങനെ വിളിക്കാനൊരു മടി. ഇത് സിനിമ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കും. പക്ഷെ അതില്ലാതെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. എവിടെയാ കൊട്ട് കേൾക്കുന്നേ നീ ചോദിക്കും. എടിയില്ലാതെ പറയാമല്ലോ. പിന്നെ അങ്ങനെ ഒരു മനോഭാവമായിരുന്നു എന്നോട്. ആറന്മുള എന്ന അമ്മയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അതല്ലെങ്കിൽ അമ്മമ്മയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോളാണ് രാധിക. രാധികയെ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് സിനിമാ വേദിയിലുള്ള ഒരാൾക്കാണ് കല്യാണം കഴിച്ച് കിട്ടാൻ ഭാഗ്യമുണ്ടായത്. ഞങ്ങളുടെ എല്ലാം സുഹൃത്തായ സുരേഷ് ഗോപി. അമ്മയുടെ പ്രിയപ്പെട്ട ആ 2 മക്കളെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കുകയാണ്. സമാഗമം എന്ന് പറയുന്ന ഈ പരിപാടി തുടങ്ങിയിട്ടിപ്പോൾ 10-30 എപ്പിസോഡോളം കഴിഞ്ഞു. തുടക്കം തൊട്ടേ ഞാൻ വിളിക്കുന്നതാണ് സുരേഷിനെ, ഇതിന് വരണം, ഈ പ്രോഗ്രാമിന് വരണം. അപ്പോഴൊക്കെ പറയില്ല എനിക്ക് ഭയങ്കര ചമ്മലാണ്, ഞാൻ അങ്ങനെ വന്നിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണെന്ന് പറഞ്ഞ് സുരേഷ് എപ്പോഴും ഇങ്ങനെ ഒഴിയും. പക്ഷെ ഇന്ന് ഇത് അമ്മമ്മയുടെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. അല്ല, എനിക്ക് പരിപാടി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ആ ഒരു സിഗ്നേച്ചർ മ്യൂസിക്കും ഈ സെറ്റിൻ്റെ ഒരു ആംബിയൻസ് ഒരു ഭയങ്കര കണ്ണിനും സുഖം. പിന്നെ ഇതിൻ്റെ ഒരു പൊരുൾ, ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് മനസ്സിനും സുഖം തരുന്നതാണ്. അതുപോലെ തന്നെ ഇത് കാണുന്ന ആളുകൾക്ക് നിങ്ങളൊക്കെ വന്നിരുന്നാലാണ് കണ്ണിനും സുഖവും മനസ്സിനും സുഖമൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വിളിക്കുന്നത്. ഒരുപാട് കാലം സ്ക്രീനിൽ ഒരാളെ അമ്മുമ്മയായി അല്ലെങ്കിൽ അമ്മയായൊക്കെ കണ്ടിട്ട് പിന്നെ ജീവിതത്തിലേക്ക് ആ അമ്മ കടന്നു വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ ആയിരിക്കും അല്ലേ? അതൊന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ലോകം മുഴുവൻ അല്ലെങ്കിൽ മലയാള സിനിമയെ അറിയുന്ന തലമുറകൾ ഇങ്ങനെ വിതറിക്കിടക്കുകയാണ്. അങ്ങനെ ആ തലമുറകൾ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെയോ അമ്മമ്മയുടെയോ കുടുംബത്തൊന്നും ഒരു പെണ്ണിനെ കിട്ടുന്നത് വഴി ഒരു ബന്ധുത്വം സ്ഥാപിച്ചെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ക്രെഡിറ്റ് ഇൻ ലൈഫ്. അതും തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും ഒരു പ്രേമവിവാഹമായിരുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുരേഷിന്റെ പ്രേമം മുഴുവൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്, കല്യാണം കഴിഞ്ഞിട്ടാണ് സുരേഷ് പ്രേമിച്ചു തുടങ്ങിയത്. അല്ല, എന്ന് തീർത്ത് പറഞ്ഞൂടാ, പറഞ്ഞ ഞാൻ കള്ളനായിപ്പോയി. പെട്ടെന്നാണ് തീരുമാനം. ജനുവരിയിൽ പിന്നെ നിശ്ചയിക്കുന്നു, 17-ാം തീയതി ഗുരുവായൂർ, ഫെബ്രുവരി 8-ാം തീയതി കല്യാണം. നിശ്ചയം കഴിഞ്ഞ് വന്നാണ് ബാക്കി തീരുമാനങ്ങളൊക്കെ എങ്ങനെയോ നടന്നു. അപ്പോൾ ആദ്യം ഈ സുരേഷിനെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ തോന്നി എൻ്റെ കൊച്ചുമകൾക്ക് ആപ്റ്റാണ് ഈ ചെറുപ്പക്കാരൻ. കല്യാണത്തിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. കല്യാണത്തിന് മുമ്പ് അമ്മയെ കണ്ടിട്ടില്ല? ഇങ്ങനെ അഭിനയിക്കുന്നു. പിന്നെ അച്ഛനെ അറിയാം, അച്ഛൻ എന്നെ അറിയാം. അച്ഛൻ പണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു പടത്തിൽ, ഒരു ഡോക്ടറായിട്ടൊക്കെ. പിന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെ എന്നെ അറിയാം, വീട്ടിൽ വന്നിട്ടൊക്കെ ഉണ്ട്. അതെ, പരിചയമുള്ളത് കൊണ്ട് അറിയാമെന്നല്ലാതെ. അപ്പോൾ അങ്ങേരും പറഞ്ഞു നിങ്ങൾക്ക് ചേരുന്ന ബന്ധമാണ്. പിന്നെ ഞാനും വിചാരിച്ചു അവനും അച്ഛനും മരിച്ചു കഴിഞ്ഞപ്പോഴേ പ്രായമായ കുട്ടി, എനിക്കാണ് ചുമതല, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു നല്ല കയ്യിൽ ഏൽപ്പിച്ചാൽ അങ്ങനെ പോട്ടെ വിചാരിച്ചു. ഈ കല്യാണാലോചനയോട് കൂടി തന്നെയല്ലേ സുരേഷും രാധിക കണ്ടിട്ടുള്ളൂ? അതിന് മുമ്പ് കണ്ടിട്ടില്ല? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം കാണുന്നത് ഒരു ഡിസംബർ 3-ാം തീയതി. നല്ല അന്തരീക്ഷമായിരുന്നു. മാനസികമായിട്ട് ഞാനിങ്ങനെ ഒന്ന് ഒരുങ്ങി വന്ന സമയമാണ്. ഒരുക്കം എന്ന് പറയുന്ന
ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കൊടൈക്കനാലിൽ നടക്കുന്നു. അത് കഴിഞ്ഞത് ചങ്ങനാശ്ശേരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ വന്ന സമയത്ത് ഒരുപാട് 100 കണക്കിന് സുന്ദരിമാരുടെ നടുവിൽ ഒരു 2-3 ദിവസം ഈ ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് സെൻറ്റ് ട്രീസാസിലെ എറണാകുളത്തെ സുന്ദരിമാരുമായിട്ടൊരു ദിവസം, പിന്നെ അത് കഴിഞ്ഞ് വിമല കോളേജിൽ തൃശ്ശൂർ. അപ്പോൾ ആ ഒരു വിലസലെല്ലാം കഴിഞ്ഞിട്ടാണ് രാധികയെ 3-ാം ദിവസവും 4-ാം ദിവസമാണ് ഞാൻ പെണ്ണ് കാണുന്നത് കൊച്ചിയിൽ വെച്ച്. അതല്ലേ. അപ്പോൾ ഇത്രയും ഒരു ശാന്ത സ്വഭാവമുള്ള വളരെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള രാധികയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു ഇഷ്ടം തോന്നിയത്? രാധികയെ മാത്രം അങ്ങനെ, ഞാൻ ശാന്തനല്ലേ. സിനിമയിൽ ഒരുപക്ഷെ എല്ലാവരും കൂടി എനിക്ക് ചാർത്തി തന്ന ഒരു നമ്മളെ സ്ക്രീനിലല്ലേ കാണുന്നല്ലേ എല്ലാവരും. ഞാൻ പറയാറുണ്ട് ഈ തടി കാണുന്നതേ ഉള്ളൂ പാവം. തടിയും പോയി. അല്ല, അത് നമ്മള് എന്താ പുറത്ത് ഓഡിയൻസിനോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഈ ഇങ്ങനെ കത്തിക്കേറി ഇവിടെ വന്ന് എന്തും ചെയ്യുന്ന ഒരു ധീരനായ നായകൻ ഇത്ര ഒരു പാവമാണെന്നൊന്നും നമ്മൾ ആളുകളോട് പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അല്ല, ഞാനിപ്പോൾ അത് കുറേശ്ശെ ധരിപ്പിച്ച് തുടങ്ങണം. കാരണം എനിക്ക് 2 പെൺകുട്ടികളുണ്ടേ. അപ്പോൾ അതുങ്ങളെ കെട്ടിച്ചയക്കുന്ന ഒരു പ്രായം എത്തുമ്പോഴേക്കും ഒരു ഭീകരൻ്റെ മക്കളെയാണ് കല്യാണം കഴിക്കാൻ വരുന്നതെന്ന്, അങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൺകുട്ടികൾക്ക് ഭയപ്പെടാൻ അല്ല, അത് ഭയം ഉണ്ടാവില്ല, അവർക്കൊരു ധൈര്യമായിരിക്കും. ഇനി എന്തും ചെയ്യാലോ, നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഒരാളല്ലേ ഉള്ളതെന്നുള്ളൊരു ഭയവുമാകാം നല്ലതുമാകാം. ഇങ്ങനത്തെ ഒരാളെ കണ്ടപ്പോൾ എന്തായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഭർത്താവായിട്ട് ഇയാളെ സ്വീകരിച്ചാൽ എന്തായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ആവലാതിയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അമ്മൂമ്മയൊക്കെ തീരുമാനിച്ചു അത് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അമ്മൂമ്മ അത് നമുക്ക് ഇഷ്ടമില്ലെന്ന് പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമാണെന്നില്ല. അല്ല, അങ്ങനെ ഞാൻ മനസ്സിലാക്കി. പക്ഷെ ആ പ്രയോഗം ഞാൻ അറിഞ്ഞിട്ടില്ല. പറഞ്ഞോളെ അതിനൊരു സമാഗമം അറിയാൻ ആ പ്രയോഗം ഇഷ്ടമല്ല എന്ന് അമ്മമ്മ പറയേണ്ട പ്രയോഗം ഇഷ്ടമാണെന്ന് അങ്ങനല്ലേ. ഇനിയിപ്പോ ഞാൻ കുറച്ച് കൂടുതൽ സ്നേഹിക്കേണ്ടി വരും. അങ്ങനെയാ പറഞ്ഞോളെ. സുരേഷിന്റെ ആദ്യം കണ്ട സിനിമ ഓർമ്മയുണ്ടോ? സമയസന്ധ്യ. സമയസന്ധ്യ നല്ല സിനിമ, ഇഷ്ടപ്പെടാൻ പറ്റിയ വേഷം. പക്ഷേ എന്നോട് പിന്നെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, രാധികയുടെ അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് 2 മാസത്തിന് മുമ്പ് ആ വർഷം വിഷുവിനിറങ്ങിയ വടക്കൻ വീരഗാഥ, ആ ചിത്രം കണ്ടിട്ട് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് അച്ഛൻ തന്നെ പോയി. സാധാരണ മിക്ക പടവും ഞാനും അച്ഛനും ഒരുമിച്ച് പോയി കാണും. അച്ഛന് ഇഷ്ടമുള്ള പടവും ഒക്കെ ഞാൻ അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഇത് അച്ഛൻ തന്നെയാ പോയത്. എന്നെ കൊണ്ടുപോയി, ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കി എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട്. ഈ അടിപിടിയൊക്കെ കാണുമ്പോഴേ കണ്ണും പൊത്തിയിരിക്കും, അച്ഛാ തീർന്നു. ഞാൻ ചുമ്മാ അച്ഛൻ്റെ കൂടെ പോകുന്ന ഇത് കാണാം. എനിക്ക് തോന്നുന്നു ഈ ഒരു മതേളി നേച്ചർ എനിക്കുള്ളത്. പിന്നെ ഒന്ന് അമ്മയുടെ അടുത്തുള്ള അമിതമായ ഒരു അടുപ്പം, എല്ലാ അമ്മമാരെയും ഇഷ്ടം, സ്ത്രീകളെ മൊത്തത്തിൽ ഇഷ്ടം. ആ സ്ത്രീകൾ തന്നെ ഗർഭിണികളാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഒരു ഗർഭിണി കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന, നമ്മൾ പറയത്തില്ലേ ഒരു ദിവസം നന്നായിട്ട് തുടങ്ങാൻ ചില കാഴ്ചകൾ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും നല്ല കാഴ്ച ഏതായിരിക്കും. ഈ 12 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഗർഭിണിയായിട്ട് അല്ലാതെ രാധികയെ കണ്ടിട്ടുണ്ടാവും വളരെ കുറച്ച് ദിവസമായിരിക്കും അല്ലേ? അത് സത്യം. 16 വർഷമായി. 16 വർഷം. ഇപ്പോഴാണ് ഒരു റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 5 വർഷമായി. മാധവന് 5 വയസ്സായി അല്ലേ? അതായാലും കുഞ്ഞുങ്ങളെയൊക്കെ അത്ര ഇഷ്ടമല്ലേ സുരേഷിന്? താരാട്ട് പാട്ടുകളോട് അമിതമായ താല്പര്യം. രാധികയെ കൊണ്ട് സ്ഥിരം ഞാനും എൻ്റെ ലക്ഷ്മി മോളും ഒക്കെ പാടിപ്പിച്ചിരുന്ന പാട്ട് പാടിക്കൊടുക്കണം. കുഞ്ഞുങ്ങളെ താരാട്ട് പാടി ഉറക്കുന്ന അമ്മമാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഭർത്താവിനെ താരാട്ട് പാടി ഉറക്കുന്ന ഒരു ഭാര്യ ഞാൻ ആദ്യമായിട്ടായിരിക്കും. താരാട്ട് പാടി ഉറക്കിയിട്ടില്ല, എങ്കിലും താരാട്ട് പാടാറുണ്ടല്ലേ? നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. കിടാവോ നല്ല കോമള താമര പൂ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ
നമുക്ക് അമ്മൂമ്മക്ക് ഇഷ്ടമുള്ള പദം കൂടെ ഒന്ന് പാടിക്കാറ്റില്ല ഒരു അറിയാം ശകലം പാടും. എനിക്കത് വലിയ ഇഷ്ടമൊക്കെ കേൾക്കണം. അതുകൊണ്ടാണ് ഞാനവിടെ ചെല്ലുമ്പോഴൊക്കെ അവളെ കൊണ്ട് പാടി. എന്തു ഞാനീഹ ചെയ്വൂ അഴലിന്നാരോടു ചൊൽവൂ എന്തു ഞാനീഹ ചെയ്വൂ അഴലിന്നാരോടു ചൊൽവൂ ഹന്തമൽ പ്രിയനിന്നു എന്നെ അകത്താരിൽ മറന്നു ഹന്തമൽ പ്രിയനിന്നു എന്നെ അകത്താരിൽ മറന്നു എന്തു ഞാനീഹ ചെയ്വൂ. ആദ്യത്തെ ലൈൻ എനിക്ക് സമാധാനത്തിന്, രണ്ടാമത്തേത് അവൾക്ക്. സിനിമയിൽ കാണുന്ന ഈ ക്ഷോഭിക്കുന്ന നായകനെ വീട്ടിൽ കാണാൻ പറ്റുമോ എപ്പോഴെങ്കിലും? വീട്ടിൽ ക്ഷോഭിക്കും? ആ വീട്ടില് ദേഷ്യപ്പെടും. അതെ. വീട്ടില് നല്ലോണം ദേഷ്യപ്പെടും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കും? ഭക്ഷണത്തിന് അതിന് പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ചാൽ വെറും സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഇന്നത് വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. വെറും ചമ്മന്തിയും ചോറും ആണെങ്കിലും സന്തോഷമായിട്ട് ടേസ്റ്റ് വേണം എന്നുള്ളതേ ഉള്ളൂ. അച്ചാറുകളാണ് കൂടുതൽ ഇഷ്ടമല്ലേ സുരേഷിന്? എല്ലാ അച്ചാറും ഇഷ്ടമാണ്. നെല്ലിക്ക അച്ചാർ ഒഴിച്ച്. നെല്ലിക്ക അച്ചാർ ഇഷ്ടമല്ല? ഇല്ല, ഞാനതൊരു തട്ടിക്കൂട്ട് അച്ചാറെന്നാണ് പറയുന്നത്. വളരെ എളുപ്പമാണ്. കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് വേവിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും ഒക്കെ കൂടിയിട്ട് ചുമ്മാ അച്ചാറെന്ന് പറഞ്ഞു തരും. അതെനിക്കിഷ്ടമല്ല. അത് ഈ ചെറുനാരങ്ങയൊക്കെ അങ്ങനെ തന്നെയാണ്. വെറുതെ ഒന്നുമല്ല, ചെറുനാരങ്ങയ്ക്കൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിനെ വാട്ടിയെടുത്ത് പിന്നെ അതിനെ തുടച്ചതിൻ്റെ വേർപ്പെല്ലാം കളഞ്ഞ് അങ്ങനെ അതിൻ്റെ ഒരു എപ്പോഴും പിള്ളേരുമായിട്ട് അടികൂടുകയൊക്കെ ചെയ്യും അല്ലേ വീട്ടിൽ? പിള്ളേർക്ക് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ആരാ പിള്ളേരെന്ന് നമുക്ക് സംശയം വരും. അതുപോലെ കൊച്ചു പിള്ളേരുടെ അടുത്ത് ശരിക്കും സീരിയസ് ആയിട്ട് പിണങ്ങും മക്കളുടെ അടുത്തൊക്കെ. നമ്മൾ തമാശയിൽ പറയില്ല ഞാൻ ഇനി മിണ്ടൂല മോനെ, ഇതങ്ങനെയല്ല, കാര്യമായിട്ട് പറയും ഞാൻ ഇനി ശരിക്കും മിണ്ടൂല എന്നൊക്കെ പറയും. കരയോ വീട്ടിൽ? ഞാനത് വീട്ടിൽ കരയോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് 2-3 തവണ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ കരഞ്ഞിട്ട്. കാര്യമില്ലാത്ത കാര്യത്തിനൊന്നും ആയിരിക്കില്ല. കാശ്മീരിൽ വെച്ച് പറഞ്ഞത് ഒരു കാര്യമില്ലാത്ത കാര്യം. അപ്പോൾ ഒരാൾ ഒരു കമന്റ് പറഞ്ഞു, അത് ഇഷ്ടമായില്ല, ഭയങ്കര കരച്ചിൽ പണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സുരേഷേ ആ കമന്റ് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് അതിനൊരു കൗണ്ടർ പറഞ്ഞാൽ പോരെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അത് തനിക്ക് പറയാൻ പറ്റും, എന്നെ കൊണ്ട് അത് പറയാൻ പറ്റില്ല, എനിക്കത് അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യും. സരസ്വതി ഇല്ല. സുരേഷിൻ്റെ ജീവിതത്തിൽ പല വളരെ ക്രിട്ടിക്കലായ സമയത്തൊക്കെ സുരേഷിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു സുരേഷിൻ്റെ അച്ഛൻ. യുവത്വത്തിലൊക്കെ നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ വളരെ ഈസി ആയിട്ട് നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ പറഞ്ഞ് സോൾവ് ചെയ്ത് തരും അല്ലേ. അപ്പോൾ ഒരു അമ്മൂമ്മയുടെ പ്രസൻസ് ഒക്കെ ഒരുപാട് സുരേഷിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും അല്ലേ. അപ്പം അച്ഛനെയും കൂടെ ആ ഒരു ഇതിലേക്ക് ഒന്ന് വലിച്ചു കൊണ്ടുവന്നതുകൊണ്ട് പറയുന്നത്, അച്ഛൻ എന്ന് പറയുന്നത് എനിക്കൊരിക്കലും ഒരു ഉത്തരവാദിത്വമായിരുന്നില്ല. എൻ്റെ അച്ഛൻ്റെ ഇത് സേഫ് ഗാർഡ് ചെയ്യണം അങ്ങനെ ഒരു ഉത്തരവാദിത്വം എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ അച്ഛനാണ് സേഫ് ഗാർഡ് ചെയ്തിട്ടുള്ളത്. അച്ഛനാണ് എന്നെ സേഫ് ഗാർഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അമ്മൂമ്മയുടെ കാര്യത്തിൽ എനിക്ക് അമ്മൂമ്മ ഒരു ഉത്തരവാദിത്വമായി മാറിയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. ആറന്മുള പൊന്നമ്മ എന്ന് പറയുന്ന മലയാള സിനിമ പ്രേമികളുടെ അല്ലെങ്കിൽ കേരളക്കരയുടെ പ്രിയപ്പെട്ട അമ്മൂമ്മയുടെ കൊച്ചുമകളെയാണ് ഞാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഭീമമായ ഉത്തരവാദിത്തമായിട്ട് കടന്നു കൂടിയിട്ടുണ്ട്. ആ അമ്മമ്മയുടെ ഒരു ജീവിതചര്യ, ജീവിത രീതി, അത് പകർന്നു കൊടുത്തിട്ടുള്ള സന്ദേശം, അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതെനിക്കൊരു ബാധ്യത തന്നെയാണ്. എനിക്ക് കുറേ ധൈര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലല്ലോ. 2 മക്കളുണ്ടായി, 2 നല്ല പ്രായത്തിൽ പോയി, ഒരുപാട് ദുഃഖങ്ങളാണ്. അത് കുറച്ചൊക്കെ ധൈര്യത്തോടു കൂടി ഞാൻ ജീവിക്കുക. അതുപോലെ അവൾ ഈ അമ്മൂമ്മയെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ? ചെറുപ്പം മുതൽ കണ്ട് വളർന്നതും ഒക്കെ അമ്മൂമ്മയുടെ കൂടെ തന്നെ. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ 18 വയസ്സ് വരെ അമ്മൂമ്മയുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം പെരുമാറുന്നത് വരെ, ഓരോ കാര്യങ്ങളും നിസ്സാര ചെറിയ കാര്യങ്ങൾ വരെ അമ്മൂമ്മ, ചിലതൊക്കെ ചിലപ്പം നമ്മുടെ തെറ്റുകൊണ്ട് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറിപ്പോയിട്ടുണ്ടാവും. എന്നാലും ഞാനത് അമ്മൂമ്മയുടെ കാര്യം. സ്നേഹിതരൊക്കെ വന്നാലും ആരായാലും ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിന് ശത്രുക്കൾ എന്ന രാമായണത്തിലുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കുന്നവരെല്ലാം ബന്ധുക്കളാണെന്ന് വിചാരിക്കരുത്.
നമ്മൾ ഓരോരുത്തരെയും അറിഞ്ഞു പെരുമാറണം. പിന്നെ ഈ ധാരാളിത്വം കാണിക്കുക, ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തെങ്കിലും ഇല്ലെന്ന് നിർണയം, അതാലോചിക്കണം. നമ്മൾ ഇഷ്ടമായിട്ട് ധാരാളം ചിലവാക്കുമ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴും അവരൊക്കെ ഇഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് പോകും. പക്ഷേ ഒരു കഷ്ടകാലം വരുമ്പോൾ അവരൊക്കെ തിരിഞ്ഞു പോകും. അങ്ങോട്ട് കയറണ്ട എന്ന് വെച്ച് പോക്കളെ, ഇല്ലെങ്കിൽ വരും. നല്ല കാലമാണെങ്കിൽ കയറും. അമ്മൂമ്മ ഇപ്പം ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു പേരക്കുട്ടിക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയ്ക്ക് ഇതുപോലെ പകർന്നു കൊടുക്കാൻ ഇതുപോലെയുള്ള മുത്തശ്ശിമാരില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ആ തലമുറ ഈ മുത്തശ്ശിമാരിൽ നിന്നും അവരുടെ ആശയവിനിമയത്തിൽ നിന്നും വളരെ അകന്നുപോയി, ദൂരെ പോയി എന്നതാണ് ഒരു പക്ഷേ ഡിവോഴ്സ് റേറ്റ് ഇങ്ങനെ കയറിപ്പോകാനും അല്ലേ, അതിനൊക്കെ ഒരു കാരണം തീർച്ചയായിട്ടും അതായിരിക്കും. ചെറുപ്പം മുതലേ ഇത്ര ഉപദേശങ്ങളൊക്കെ നൽകി വളർത്തി വലുതാക്കി നല്ലൊരു പെൺകുട്ടിയായി ഒരു ഭാര്യയാക്കി സുരേഷിന് കൊടുത്ത് അതിനുള്ള നന്ദിയായിട്ട് ഇപ്പോൾ സുരേഷിൻ്റെ അടുത്ത ആഗ്രഹം കേട്ടോ, എൻ്റെ മകളുടെ കുഞ്ഞിനെ കൂടി ഈ മുത്തശ്ശി ഉപദേശിച്ച് നന്നാക്കാനുള്ള ഒരു അവസ്ഥയിൽ മുത്തശ്ശി ഉണ്ടാവണേ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും. പറഞ്ഞു കൊടുക്കാറുണ്ട് നല്ല കാര്യങ്ങളൊക്കെ. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതയാണ് നമ്മുടെ ഇന്നത്തെ ബഹുമാന്യയായ അതിഥി. അതിലൊന്നാണ് അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഏതെങ്കിലും രീതിയിൽ കലാകാരന്മാരോ കലാകാരികളോ ആണ്. ബന്ധുക്കളായാലും കുടുംബാംഗങ്ങളായാലും എല്ലാവരും കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഒരു വലിയ ഭാഗ്യമാണ്, ദൈവം കനിഞ്ഞു കൊടുക്കുന്ന ഒരനുഗ്രഹമാണ്. അമ്മയുടെ മൂത്ത സഹോദരനായ ശ്രീ രാമകൃഷ്ണപിള്ളയുടെ മകനാണ് ശ്രീ വേണുഗോപാൽ. അദ്ദേഹം VSSയിൽ എഞ്ചിനീയറായിരുന്നു. അവിടെ നിന്നും റിട്ടയറായ അദ്ദേഹം ഒരുപാട് കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ അടുത്ത അതിഥി. ശ്രീ വേണുഗോപാലിനെ ഞാൻ വിനയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഞാൻ പറയായിരുന്നു, അമ്മയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എന്തെങ്കിലും കലാപരമായ ഒരു പ്രവർത്തനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കലാകാരന്മാരോ കലാകാരികളൊക്കെ ആയിരിക്കും. സാറ് VSSയിൽ എഞ്ചിനീയർ ആയിരിക്കുമ്പോഴും അവിടുത്തെ ഒരുപാട് കലാപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ആർട്സ് ക്ലബ്ബ് ആക്ടിവിറ്റീസ് തുടങ്ങി വെച്ചത് ഞാനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ കലാസംഘടനയായ സ്പാർക്ക് സ്പേസ് സെൻറ്റർ ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് എൻ്റെ ഫൗണ്ടർ സെക്രട്ടറി ആയിരുന്നു ഞാൻ. 6 കൊല്ലം ഞാൻ എൻ്റെ സെക്രട്ടറി. ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ടേ അപ്പച്ചി പിന്നെ കൊള്ളാം. എനിക്കൊന്നൊരു 62 കണ്ടാണ്, 62 സാമിയസ് ലോഡ്ജിൽ ഞാൻ അപ്പച്ചി അന്വേഷിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു അവിടെയൊന്നും ഇല്ല അപ്പച്ചി, ടി വാസു സാറിൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞ്. അപ്പോഴവിടെ സത്യം മാഷും SP പിള്ളച്ചേട്ടനും ഒക്കെ ഉണ്ടേ. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ പൊന്നമ്മ ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനമുണ്ട്. ഞാൻ വളരെ കൊച്ചു ഇതായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ്, അതാണ് മനസ്സിൽ വന്ന എപ്പോഴും ഉണ്ടായിരിക്കുന്നൊരു. പിന്നെ എൻ്റെ അപ്പച്ചി എന്ന് പറയുമ്പോൾ എനിക്കൊരു ഇത് വരുമല്ലോ. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അങ്ങനെ ഒരു സിനിമാ നടി എന്നുള്ള മട്ടില്ല, എല്ലാവരും സ്വന്തം അമ്മ അല്ലെങ്കിൽ അമ്മമാരും മുത്തശ്ശിയായിട്ടാണ്. ഞാൻ സിനിമ ജോലി ചെയ്യുന്നു, പൈസ മേടിക്കുന്നു എന്നല്ലാതെ ആ സിനിമാക്കാരി ആയിട്ടില്ല. ഞാൻ കുടുംബക്കാരിയാ, അന്നും ഇന്നും എന്നും. അതുകൊണ്ടാണ് തറവാട്ടമ്മയും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായത്. ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക ആ വ്യക്തിയുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളുകൾക്കായിരിക്കും. അമ്മയുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധമുള്ള 2 ആളുകളാണ് നമ്മുടെ അടുത്ത അതിഥികൾ. ഒന്ന് ശ്രീമതി ലൈല രവീന്ദ്രൻ. ലൈല രവീന്ദ്രൻ അമ്മയുടെ ഏറ്റവും ഇളയ അനുജത്തിയുടെ മകളാണ്. മറ്റൊന്ന് ശ്രീമതി ഇന്ദിര രാജശേഖരൻ, അത് അമ്മയുടെ മരുമകളാണ്. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയുടെ അമ്മയാണ്. ഈ 2 പേരെയും ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. അമ്മ തുടക്കത്തിലേ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ മരുമകളില്ല, മകളേ ഉള്ളൂ എന്നാണ്. എല്ലാവരും മക്കളായി തന്നെയാണ് കാണാറുള്ളൂ. അങ്ങനെ ഒരു മരുമകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്താറില്ല എന്നാണ് പറഞ്ഞത്. അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ? മകളായിരുന്നു എന്നും. അതെ, എല്ലാവരും മകളെന്നാണ് ഈ അടുത്ത കാലത്ത് ആരോ ചോദിച്ചത്. ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് മകളല്ല മരുമകളാണെന്നുള്ളതല്ലേ. വല്യമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അമ്മച്ചി എന്നാണ് വിളിക്കണത്. ശരി. അമ്മയും അമ്മച്ചിയും കൂടെ 2 തട്ടിൽ വെച്ചാൽ ആർക്കാ തൂക്കം കൂടുതലെന്ന് ചോദിച്ചാൽ 2 പേരും ഒരുപോലെ. അതെനിക്കും അതെ, എൻ്റെ അനിയത്തിക്കും അതെ, എൻ്റെ ചേട്ടനും അതെ. കാരണം ഞങ്ങൾക്കൊരു കാര്യം എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് തോന്നിയാൽ അത് അമ്മച്ചിയുടെ അടുത്തായിരിക്കും ആദ്യം ചോദിക്കുക.
അതെൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു. കാരണം അമ്മച്ചിയുടെ അടുത്ത് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു പപ്പയ്ക്കും. അപ്പോൾ അത് കണ്ടു വളർന്നതും പിന്നെ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും. എനിക്ക് കുറച്ചാൾ അമ്മച്ചിയുടെ അവിടെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വയ്ക്കത്തായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. അപ്പോൾ അത് കഴിഞ്ഞ് കോളേജിൽ മ്യൂസിക് മെയിനടുത്തൊക്കെ ഇവിടെ വന്ന് ചേർന്നു. അപ്പോൾ അമ്മച്ചിയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിപ്പിച്ചത്. ഇവിടെ വന്നത് എന്നെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയത് അമ്മച്ചിയാണ്. ഒരു ദിവസം കൊണ്ടൊരു വർണ്ണമൊക്കെ പഠിപ്പിച്ച് കൊണ്ടുപോയി. പിന്നെ എൻ്റെ അനിയത്തിയും BA കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന്. അത് വൈക്കത്ത് നമുക്ക് കോളേജ് ഇല്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിലൊക്കെ പോകണ്ടേ. അപ്പോൾ അതിങ്ങനെ ആലോചന വന്നപ്പോൾ അമ്മച്ചി അന്ന് ഫോണല്ലല്ലോ, പെട്ടെന്ന് എഴുത്ത് അയക്കും അവരെ ഇങ്ങോട്ട് കൊണ്ടുപോരെ എന്ന് പറഞ്ഞു. എൻ്റെ ഈ പഴയ വീട്ടിൽ ഉള്ള സൗകര്യം, അതെ, ഉള്ള സൗകര്യത്തിൽ അവിടെ പഠിച്ച്. വലിയ സൗകര്യമൊന്നും ഇല്ലാത്ത വീടല്ലേ. ഈ കല്യാണത്തിന് മുമ്പ് തന്നെ, മരുമകളായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ അമ്മ സിനിമയിൽ കണ്ടിട്ടില്ലേ അമ്മയായിട്ടൊക്കെ? സ്കൂൾ മാസ്റ്റർ കണ്ടു. കല്യാണം സിനിമ ആലോചിച്ച് തുടങ്ങിയ സമയത്ത് കണ്ട അമ്മയെ കാണാൻ വേണ്ടി പോയി. സ്കൂൾ മാസ്റ്ററിലല്ലേ ഈ അമ്മയും അച്ഛനും വേർതിരിച്ചിട്ട് മക്കളോടെ പാട്ട് നല്ല സിനിമയിലായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എന്തായാലും അമ്മ അങ്ങ് മനസ്സിലേക്ക് ആയിട്ടുണ്ടാവും അല്ലേ? അത്ര നല്ല അമ്മയല്ലേ? എല്ലാത്തിലും നല്ല അമ്മ തന്നെ. ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു മോശം അമ്മയായിട്ട് വന്നിട്ടുണ്ട്? ഒരു മോശം സീനിൽ പോലും ഉണ്ടാവില്ല അല്ലേ? മോശം ഡയലോഗ് വന്നിട്ടുണ്ട്. അപ്പൊ സുബ്രഹ്മണ്യ മുതലാളി എന്നെ കൊണ്ട് പറയും, അത് പൊന്നമ്മ പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഗീതത്തിലല്ലേ ശ്രീമതി ലൈല അല്ലേ പഠിച്ചത്? ഇപ്പോഴാ പഠിച്ച്, പ്രായമായി പിന്നെ പഠിക്കണമെന്ന് തോന്നി. വാസുദേവൻ പഠിപ്പിക്കില്ല. എടുത്ത് വിമൻസ് കോളേജ് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇയർ ആയപ്പോൾ കല്യാണം വന്നു. പിന്നെ അങ്ങ് പിന്നെ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് ഇപ്പോഴാണ്. ഇപ്പോൾ കുറേശ്ശൊക്കെ പാടുന്നുണ്ട്. രാധിയെ കൂടെ ഉത്സാഹിപ്പിക്കുന്നുണ്ട് ഇനിയും പഠിക്കണമെന്ന്. ഇപ്പോൾ മക്കളെ പഠിപ്പിക്കാൻ തുടങ്ങി, അവളും കൂടെ പഠിക്കുക. ഒരുമിച്ച് വൈക്കത്ത് പാടി, കൂട്ടി പാടി. ഒരു 5 വർഷം മുമ്പ് ചോറ്റാനിക്കരയിലും ഞാൻ എൻ്റെ കൂടെ മോളെ പാടിച്ചു. അപ്പം ഞാനിപ്പോൾ അങ്ങ് വഴിപാട് നേർന്നിടും എല്ലായിടത്തും, മോളെയും കൂടെ പാടിച്ചോളാന്ന്. അപ്പോൾ അവള് പറയാൻ വഴിപാടായതുകൊണ്ട് പോകാതിരിക്കാൻ നിവൃത്തിയില്ല മുമ്മെന്ന് പറഞ്ഞു. കാരണം അല്ലാതെ നിവൃത്തിയില്ല, തിരക്കും. പിന്നെ സുരേഷിന് പാട്ട് ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഒരിക്കലും അപ്പച്ചി അതിന് ഒരു കുഴപ്പവും ഇല്ല, എവിടെ വേണോ പാട്ട്. അതെ, അങ്ങനെ വയ്ക്കത്ത് ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ. അമ്മ ഇപ്പോഴും പാടും. എൻ്റെ 85 വയസ്സായ പ്രാവശ്യം ചെയറിലൊക്കെ ഇരുത്തി, എന്നാലും അരമണിക്കൂർ പാടിയിട്ട് ഞാൻ വയസ്സായപ്പോൾ ക്ഷീണിച്ചു, അവള് വയസ്സായപ്പോൾ വണ്ണം വെച്ചു. അങ്ങനെ ഒരു വ്യത്യാസം. കരുണൈ ദൈവമേ കർപ്പകമേ, കരുണൈ ദൈവമേ കർപ്പകമേ, കാണവേണ്ടുമുന്തൻ പൊற்பாதமே என் கருணை தெய்வமே கற்பகமே, கற்பகமே. ஒரு துணையாக என் உள்ளத்தில் அமர்ந்தாய், ஒரு துணையாக என் உள்ளத்தில் அமர்ந்தாய், உனை என்று வேறு யாரோ எந்தாய், உனை என்று வேறு யாரோ எந்தாய், உனை என்று வேறு யாரோ என் தாய், கருணை தெய்வமே கற்பகமே. സാധാരണ ഈ സമാഗമത്തിൽ വരുന്ന അതിഥികളെല്ലാവരും പറയും ഇങ്ങനെ, ഈ സമാഗമത്തിൽ ഇങ്ങനെ വന്നിരിക്കാൻ, ഇങ്ങനെ ഒത്തുകൂടാനൊക്കെ പറ്റിയതൊരു ഭാഗ്യമാണെന്ന് പറയും. ഇതിപ്പോൾ എനിക്കാണ് തോന്നുന്നത്. ശ്രീമതി ആറന്മുള പൊന്നമ്മയെ നമ്മളിന്ന് കാണുന്നത് മലയാള സിനിമയുടെ ഒരു കാരണവർ സ്ഥാനത്താണ്. ആ കാരണവർ സ്ഥാനത്തുള്ള നമ്മുടെ അതിഥിയെ കാണാൻ എത്തിയിരിക്കുന്നത് മലയാള സിനിമയുടെ മറ്റൊരു കാരണവരായ ശ്രീ നവോദയ അപ്പച്ചനാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. സിനിമ തുടങ്ങുന്ന കാലത്തുള്ള ബന്ധവും പരിചയമൊക്കെ ആയിരിക്കും. അപ്പോൾ അതേപ്പറ്റി ഒന്നും ചോദിക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല, എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല. അത്ര വളരെ പഴക്കമുള്ള ബന്ധമാണ്. ആദ്യമായി കണ്ടത്, അതിനുശേഷമുള്ള ഒരുപാട് കാലത്തെ അടുപ്പം, പരിചയം, ഒരുപാട് സംഭവങ്ങളൊക്കെ പറയാനുണ്ടാവും അല്ലേ സാറിന്? ഉണ്ട്, ധാരാളമുണ്ട്. എന്നോളം പൊന്നമ്മ ചേച്ചിയോട് പരിചയമുള്ളവർ ആരും തന്നെ കാണുകയില്ല. ഇല്ല.
ഇത് ഏതാണ്ട് ഒരു 60 വർഷത്തെ പഴക്കമുള്ളതാണ്. ആദ്യം കാണുന്നത് ശശിധരൻ എന്നൊരു പടത്തിന് വേണ്ടി ഉദയായിൽ വരുന്നതാണ്. 1950 ഓർക്കുന്നുണ്ടോ? 49 അവസാന ഷൂട്ടിങ് 50 റിലീസായി പടം. ഞാൻ അന്ന് വളരെ ശാലീന സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി സൈറ്റ് അടിച്ചിട്ടുണ്ട്. ഉദയായിലെ കാര്യമാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഉദയായിലെ ഒരു 8-10 പടം ചെയ്തിട്ടുണ്ട്. ഇത്രയും പടങ്ങളും ഇത്രയും വർഷങ്ങളും പൊന്നമ്മ ചേച്ചിയോട് ബന്ധമുള്ളവരെ വേറെ ആരും ഇന്നില്ല. 50കൾ വരുമ്പോൾ ഞങ്ങൾ പൊന്നമ്മ എന്നാണ് പറഞ്ഞോട്ടിരുന്നത്. 60കളിൽ പിന്നെ അത് ഒന്നുകൂടെ ഗ്രേഡ് കൂട്ടി പൊന്നമ്മ ചേച്ചിയാക്കി. 70കളിൽ പിന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അമ്മൂമ്മന്ന് വിളിച്ചാൽ മതി. ചാക്കോച്ചന് വേറെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ചാക്കോച്ചൻ ഒരു ദിവസം എന്നോട് ചോദിക്കുക, ഇപ്പം എത്ര വയസ്സായി? ഞാൻ എൻ്റെ വയസ്സ് പറഞ്ഞു. എനിക്കും അത്രയൊക്കെ ആയി, ആരോടും പറയണ്ട. പറയത്തില്ല കേട്ടോ, ഇത്രയൊന്നും ആയിരുന്നു, ആരോടും പറയരുത് വയസ്സ് എന്ന് പറയായിരുന്നു. എൻ്റെ രാജൻ്റെ അച്ഛന് വലിയ കാര്യമായിരുന്നു. അപ്പം മോടെയോ മോൻ്റെയോ കല്യാണത്തിന് എഴുത്തു വന്ന് അതിനകത്ത് എഴുതി വെച്ചിരുന്നു, ചേട്ടോ ഒരു കുത്ത് ചീട്ടും കൊണ്ടിഞ്ഞ് പോരെ, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ കൂടാം. വന്നിട്ടുണ്ട്. ഉദയ വന്നാൽ ചീട്ട് കളിയാ, എവിടെ ചെന്നാലും ചീട്ട് കളി. അതിവർക്കൊക്കെ അറിയാം. SP ഒക്കെ വിളിച്ചിരുത്തി, എടാ SP ഇങ്ങ് വന്നൊക്കെ പറഞ്ഞ് കൊച്ചിലെ അറിയാം. SP ഒക്കെ ചീട്ട് കളിക്കും. അപ്പോഴൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, പൊന്നമ്മ ചേച്ചിക്ക് കിട്ടുന്ന കാശെല്ലാം ഈ ചേട്ടൻ, പൊന്നമ്മ ചേട്ടൻ എന്നാ പറയുന്നത്, ചേട്ടൻ ഇത് എല്ലാം ഇത് കളിച്ച് കളയും എന്ന് തമാശയായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ പൊന്നമ്മ ചേച്ചി അത് വളരെ അതിനെ എൻകറേജ് ചെയ്തിരുന്നു. എന്നോടൊക്കെ ഇടയ്ക്ക് ചേട്ടനെ ഒന്ന് അന്വേഷിച്ചു തരും എന്ന് പറഞ്ഞാൽ ചീട്ടും കളിയും എൻ്റെ ആൾക്കാരെ എല്ലാം ഒന്ന് സംഘടിപ്പിച്ചിട്ട് ഒന്ന് എൻഗേജ് ചെയ്യിച്ചേക്കാം സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. ഈ തേക്കടിയിൽ വെച്ച് എന്തോ ബോട്ടിൽ നിന്ന് വീഴും, അങ്ങനെ ബോട്ട് നമ്മൾ ശബരിമലയ്ക്ക് പോയപ്പോൾ അങ്ങനെ ഒരു ബോട്ട് അപകടം ഉണ്ടായി. കുറ്റി കൊണ്ട് ബോട്ടിൻ്റെ അടിവശം പോയി. അന്ന് ഞാൻ രക്ഷിച്ച കാര്യം ഈയിടെ എങ്ങാനാണ് നടന്നതെങ്കിൽ എനിക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് തന്നെ കിട്ടി. ധീരതയ്ക്കുള്ള അവാർഡ്. KR വിജയ, ഞാൻ എൻ്റെ അച്ഛനെ ബാബു അന്ന് കൊച്ചു അവനുണ്ട്, അവനെയും കൊണ്ടുപോയിട്ടുണ്ട്. KR വിജയുടെ ഒരു അനിയത്തി, ചാക്കോച്ചൻ, ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ബോട്ടിൽ വെള്ളം കയറുന്നു, ഇവരൊക്കെ എന്തോ ചെയ്യുന്നു. അപ്പോൾ ചാക്കോച്ചൻ കൂളായിട്ട് പറയാ, നമ്മളൊക്കെ കൂടി ഇവിടെ മുങ്ങിച്ചാകണമെന്നായിരിക്കും ദൈവവിധി, ഇല്ലയോ ചേട്ടാ? അപ്പോൾ അങ്ങ് ഒരു ടെൻഷൻ ഇല്ലാതിരുന്ന് പറയാം. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് അപ്പം രാജൻ്റെ അച്ഛനൊക്കെ പട്ടണമൊക്കെ ഊരി പേടിച്ച് പോയി കേട്ടോ. എങ്ങനെ കരയ്ക്ക് അടുത്തെന്നും അടുപ്പി ഇവരൊക്കെ കൂടാണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ശകുന്തളയ്ക്ക് അവർ 5 കിലോമീറ്റർ പോയി ഈ കണ്ണൂരിൻ്റെ ആശ്രമം എടുക്കാൻ. ഒരുപാട് നടികൾ അല്ലെങ്കിൽ നടന്മാരൊക്കെ വന്ന് ഇതുപോലെ ഉദയായിൽ വരികയും താമസിക്കുകയും അങ്ങനെ ഒരുപാട് പേരോടുള്ള അടുപ്പങ്ങളുണ്ടാവുമല്ലോ, വളരെ പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുണ്ടാകും. കാരണം എത്രയോ ദിവസങ്ങൾ ഒന്നിച്ച് താമസിക്കുകയും ഒരു കുടുംബം പോലെ അല്ലേ? അതിലൊക്കെ പൊന്നമ്മ ചേച്ചിക്ക് കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ്? പൊന്നമ്മ ചേച്ചി പറഞ്ഞല്ലേ, മലയാള സിനിമയുടെ അന്നും ഇന്നും ഒരമ്മ തന്നെയാണ്. സിനിമാ മാസികക്കാരും എല്ലാം ധാരാളം ഗോസിപ്പുകളൊക്കെ ഇത്രയും കാലത്ത് ഒത്തിരി എഴുതാറുണ്ട്, എല്ലാവരെയും കുറിച്ച് എഴുതാറുണ്ട്. പക്ഷെ അമ്മയെക്കുറിച്ച് എഴുതിയിട്ടില്ല, എന്നെക്കുറിച്ച് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പുകൾ ഒരു പുസ്തകമായിട്ട് വരുന്നുണ്ട്, മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ എഴുതി കൊണ്ടുവന്നൊന്നുമല്ല, തേക്കടി തടാകത്തിലൂടെ ഒരു ബോട്ട് യാത്ര. അത് ശരി, അതിലുണ്ട് അല്ലേ? അമ്മയുടെ കാര്യം, ചേട്ടൻ്റെ കാര്യം, എല്ലാവരുടെ ഭർത്താവ് ചീട്ടുകളിൽ താല്പര്യനാണ്. എപ്പോഴും ഒരു കുത്തി ചീട്ട് പോക്കറ്റിൽ കാണും. പൊന്നമ്മ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചാക്കോച്ചൻ പറയും, അമ്മേ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കരുത് കേട്ടോ, കളിച്ചോണ്ട് പോട്ടെ, കളിക്കട്ടെ, അവരവർ ഇഷ്ടമുള്ള കാര്യം ചെയ്യട്ടെ. അങ്ങനെ അങ്ങ് വിട്ടിരിക്കുകയായിരുന്നു ഞാൻ. ഉദയ സ്റ്റുഡിയോയിലൊരു ആ ജീവിതകാലത്തെ പറ്റി പറഞ്ഞല്ലോ, എല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാകുക, ഒന്നിച്ച് താമസിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. അന്ന് ആ ഓർമ്മകൾ പങ്കുവെക്കാൻ ഇന്ന് നമുക്ക് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് പലരും നമ്മളോടൊപ്പം ഇല്ല, നമ്മൾ വിട്ടിട്ട് പോയി. വളരെ കുറച്ച് പേരാണുള്ളത്. അതിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തി, അന്ന് ഉദയ സിനിമകളിലെല്ലാം വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാൾ കൂടി ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുണ്ട്, ശ്രീ GK പിള്ളച്ചേട്ടൻ. ഞാൻ പിള്ളച്ചേട്ടനെ കൂടെ ഈ വേദിയിലേക്ക് ആനയിക്കാം. നമുക്ക് ഒന്നിച്ചിരുന്നാകുമ്പോൾ ആ ഓർമ്മകൾ പങ്കുവെക്കാനും ഒരു സന്തോഷം ഉണ്ടാവും.
എത്ര കാലമായിട്ടുണ്ടാവും അപ്പച്ചൻ സാറിനെ കണ്ടിട്ട്? 10-30 വർഷമാവും. അല്ല, ഇപ്പോൾ ഒരു നീണ്ട ഇടവേള ശേഷം ഒരു 2-3 കൊല്ലമാവും. 2-3 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ട് കാണാം. അതെ, ഞാനതിപ്പോൾ ആദ്യം കണ്ടപ്പോൾ ചോദിക്കുകയും ചെയ്തു. അമ്മയെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അമ്മയെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, എങ്കിലും ഇപ്പം കണ്ടിട്ട് ഒരു 2 വർഷമാവും. കുറേ നാളായി. അതെ. പിള്ളച്ചേട്ടൻ ഇപ്പോഴും സിനിമയിലും സീരിയലിലും ഒക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ്. ഞാൻ കാണാറുണ്ട്. രാഷ്ട്രീയത്തിലായാലും ഏത് മേഖലയിലായാലും പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് ഇപ്പോഴും ഉള്ള ആളാണ്. അപ്പോൾ എപ്പോഴും പിള്ളച്ചേട്ടൻ്റെ ആരോഗ്യത്തെ പറ്റിയാണ് ഞങ്ങൾ അസൂയപ്പെടാറുള്ളത്. വളരെ കൂടപ്പിറപ്പിലാണ്. അതെ അതെ, ആദ്യം ഞാനായിരുന്നു അമ്മ. അതാണ് അമ്മ. കൂടപ്പിറപ്പ് 4ാമത്തെ ചിത്രം. പ്രേംനവാസ് അല്ലേ അനുജൻ? അനിയൻ അംബിക, പുതിയ ആദ്യത്തെ നടി, പഴയ അംബിക, കൊട്ടാരക്കര, അടൂർ ഭാസിയൊക്കെ ഉണ്ടായിരുന്നു. ഉദയായിൽ എന്നാണ് പിള്ളച്ചേട്ടൻ ചെല്ലുന്നത്? ഞാൻ വടക്കംപാട്ടിൻ്റെ തുടക്കമാണ്, പക്ഷെ അതിന് മുമ്പ് 2-3 സോഷ്യൽ ഇതുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിനെ സംബന്ധിച്ചൊക്കെ ഉള്ള പല പടങ്ങളിൽ വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു. വടക്കംപാട്ടുകൾ എന്ന് വടക്കംപാട്ടിൻ്റെ തുടർച്ചയായിട്ട് കുറേ വർഷങ്ങൾ. അതെ, അന്ന് ഇത്രയും ഇത്രയും വലിപ്പവും സ്വരവും ഉള്ള ഒരാളെ കിട്ടാൻ പ്രയാസമായിരുന്നു. അതെ, ശബ്ദം വളരെ. അപ്പോൾ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറയുകയായിരുന്നു, ഞാൻ ഓർക്കുകയായിരുന്നു, എന്തുകൊണ്ട് ഈ വടക്കൻ പാട്ടിൻ്റെ തന്നെ ഒരു സീരിയൽ അങ്ങ് തുടങ്ങിക്കളയാമെന്ന് വിചാരിച്ചു. വടക്കൻ പാട്ട് ഒത്തിരി നവോദയായി എടുത്തിട്ടുണ്ട്, ധാരാളം വടക്കൻ പാട്ട്. അല്ല, ഈ വടക്കൻ പാട്ടിൽ അവിടെ അഭിനയിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു വലിയ പ്രചോദനം ഉണ്ടായ ഒരു കാര്യം, ഞാൻ അത് ആരും ചെയ്യാത്ത രീതിയിൽ ഉദയായിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ 2 കൈ കൊണ്ടും സോഡ് വെച്ച് ഉറുമി വെച്ച് ഫൈറ്റ് ചെയ്യുമായിരുന്നു. 2 കൈ കൊണ്ട്. അത് അന്ന് ആരും ചെയ്യാറില്ല. അത് സ്വന്തമായിട്ട് ഞാനൊന്ന് മറ്റാസ് പ്രാക്ടീസ് ചെയ്തതാണ്. അതിങ്ങനെ ഉദയായുടെ കുഞ്ചാക്കോ മലയാളെടുത്ത് ഈ വിവരം ഒന്ന് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കതൊന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, എന്നാൽ എനിക്ക് അതൊന്ന് കാണിര്, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അത് ചെയ്ത് കാണിച്ചു. വളരെ ഇഷ്ടമായി. അതൊരു പടത്തിലെടുക്കുകയും ചെയ്തു. എൻ്റെ ശരീരത്തിൽ കുറേ മുറിവ് പറ്റി, അത് വേറെ കാര്യം. ഇങ്ങനെ വളരെ ഭംഗിയായിട്ടത് ചെയ്യും. 2 കൈയിൽ സോഡ് വെച്ച് ചെയ്യാൻ പറ്റും. ശരിക്കും ഉദയയുടെ ഒരു തുടക്കകാലം തൊട്ടേ അമ്മയും സാറും ഒക്കെ ഉണ്ട് അല്ലേ? ജേക്കബിൾ സാറൊക്കെ ഇല്ല, ഞാൻ തുടക്കത്തിൽ ഞാൻ ശകുന്തള മുതലാണ് എന്നെ വിളിച്ചത്. ഇല്ല, ശശിധരൻ അവിടെ വന്നാ ഷൂട്ടിങ് അല്ല, ഉദയയുടെ പടത്തിൽ അഭിനയിക്കുന്നത് പിന്നെ ഇത് ശകുന്തള മുതലാണ്. അവിടെ ആദ്യം എൻ്റെ ആദ്യത്തെ ശശിധരൻ്റെ ഷൂട്ടിങ്ങും എല്ലാ മേക്കപ്പും ഒക്കെ ഉദയയില്ല. പിന്നെ എന്നാണ് അമ്മയുടെ കൂടെ ആദ്യം അഭിനയിക്കുന്നത്? ഞാൻ ആദ്യം അഭിനയിക്കുന്നത് കൂടപ്പിറപ്പില്ല. പിന്നെ ഇതിൽ ഒരു ക്രിസ്ത്യൻ ചരിത്രം നമ്മുടെ മെരിലാൻഡ് എടുത്തില്ലേ, സ്നാപകയോഹനൻ ഞാനില്ല, ഉണ്ട്. എനിക്ക് ഓർമ്മയില്ല. ഞാൻ രാജാവായിട്ടും അമ്മ റാണിയായിട്ടും. ആണോ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എൻ്റെ ഡയറിയിലുണ്ടത്. ആണോ? സ്നാപക യോഗൻ. അത് കഴിഞ്ഞിട്ട് മെരിലാൻഡിൽ തന്നെ മറ്റൊരു ചിത്രം, സോഷ്യൽ. അത് കഴിഞ്ഞ് 3ാമത്തെ ചിത്രമാണ് നമ്മളുടെ കൂടപ്പിറപ്പ്. അത് ശരി. എൻ്റെ 4ാമത്തെ ചിത്രം. പിന്നെ മദ്രാസിൽ തറവാട്ടമ്മ. തറവാട്ടമ്മ പല ചിത്രം. പിന്നെ ഇത് നമ്മുടെ അച്ഛനും അമ്മയായിട്ട് നസീറിൻ്റെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ച പടം ഏതാ? അതുകൊണ്ട് ജ്ഞാനസുന്ദരിയിൽ നസീറിൻ്റെ അമ്മയും അച്ഛനുമാണ് ഞങ്ങൾ. ഇപ്പോൾ ഞാനും ചേച്ചിയുമായിട്ടൊക്കെ എൻ്റെ കഥകളെടുത്ത് നോക്കുമ്പോൾ തന്നെ വളരെയധികം സ്നേഹത്തോടു കൂടി, വളരെ ഒരു ചേച്ചിയെന്നോ ഒരു മാതാവെന്നോ ഉള്ള നിലയിലൊക്കെയാണ് അവരുടെ. മകളുടെ കല്യാണം വന്നപ്പോഴേ ഭാര്യയോ ആരോണ്ടും കൂടെ വന്നാണ് ഈ തുണിയൊക്കെ എടുക്കുന്നത്, സാരിയൊക്കെ. അപ്പം ഞാൻ സ്വാമി ലോഡ്ജിലുണ്ട്, ചേച്ചി കൂടെ വരണം, ചേച്ചിയുടെ സ്ഥാനത്തിന് മകൾക്ക് കല്യാണത്തിന് പുടവ എടുക്കാൻ എന്നെ കൊണ്ടുപോയി. എൻ്റെ അഭിപ്രായം ഇപ്പം തന്നെ കണ്ടു, വർഷങ്ങൾ ഒരു 3-4 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നത്. വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഓടി വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു. ഞങ്ങളുടെ പെരുമാറ്റം ആ രീതിയിൽ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ സ്നേഹവും നന്ദിയൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അതാണ് ആ ഒരു സ്നേഹത്തിൻ്റെ ഇത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനൊക്കില്ല. ഈ സമാഗമം പരിപാടി എല്ലാവർക്കും ഇഷ്ടമാണ്, കേൾക്കുന്നവരൊക്കെ പറയാം, എല്ലാവർക്കും ഇഷ്ടം, പല കാര്യങ്ങളും മനസ്സിലാകും. ഈയിടെ ഞാൻ രാഘവൻപിള്ള സാറിൻ്റെ നാട്ടിൽ പോയിരുന്നു സാർ. അദ്ദേഹത്തിൻ്റെ ഈ വാർഷികത്തിന് എന്നെ നിർബന്ധമായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി. സാറിൻ്റെ പടം കാണണമല്ലോ, കൊള്ളാം. ഈ പടം തന്നെ ഇപ്പോൾ അവിടെ അവരെ നല്ലൊരു കഴിവുള്ള ആളാ, പക്ഷെ ഒന്നും ആകാതെ അങ്ങനെ മലയാള സിനിമയുടെ തുടക്കകാലം നാടകം എത്ര നാടകം എഴുതിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ പോയി, അവിടെ എല്ലാം കണ്ട് അവരെന്നെ കൊണ്ട് നടന്ന് കാണിച്ച് അവിടെ ഒരു ഭയങ്കര മീറ്റിംഗ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിരുന്നു. സാറാണ് എനിക്ക് ആദ്യം
എന്നെ നിർബന്ധിച്ച് നാടകത്തിലിറക്കാനായിട്ട് വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അന്നും എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു ജോലിക്ക് പോകാമോ, പോകുമെങ്കിൽ എനിക്കും ജോലിയുണ്ട്, സ്കൂളിൽ ജോലിയുണ്ട്, 2 മക്കളും ഉണ്ട് നമുക്ക്, എനിക്കിതിനൊന്നും എന്നെ കൊണ്ട് ഇതിന് കൊള്ളാമെന്ന് എനിക്കറിയില്ല, പോയി പരാജയമായി പോയാൽ കഷ്ടമല്ലേ, തങ്കമ്മയൊക്കെ നല്ല ഇതിലിരിക്കുന്ന സമയം, അപ്പോൾ അവർക്കും കൂടെ ഒരു മോശമല്ലേ അത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യം വിട്, വെളിപ്പിടിച്ചേട്ടൻ ചോദിച്ചതിന് സമാധാനം പറയുമെന്ന് പറഞ്ഞു എന്നോട്. പൊട്ടക്കിനത്ത് വെളിപ്പിടിച്ചേട്ടനാ സാറും ഉണ്ട്. അപ്പോൾ സാർ ഇതൊക്കെ ഞാൻ പറഞ്ഞു അച്ഛനാണെങ്കിൽ മൂവാരപ്പുറനെല്ല് പാട്ടം വരുന്ന അച്ഛനായിരുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, മരുമക്കത്തായ കാലത്ത് അച്ഛൻ മരിച്ചുപോയി, ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, അത് തന്നിരുന്നെങ്കിൽ ഇതിനൊന്നും പോകണ്ടല്ലോ, ഇതിന് പോകുന്ന ഒരു ഏതാണ്ട് വിഷമം പോലെ ആയിരുന്നു എനിക്കന്ന്. ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയും. പിന്നെയും ധൈര്യം വിചാരിച്ചപ്പം എനിക്കൊരു നാടകത്തിന് 100 രൂപ ശമ്പളം തരണം എന്ന് പറഞ്ഞു. അന്ന് 60-40 ഒക്കെയാണ് കൊടുക്കുന്നത്. ഉടനെ വേലിപ്പടത്തിന് എടുത്ത് പോയാലോ 101 വെച്ചു. കാരണം അവർക്ക് അന്നൊരു നായിക ആവശ്യമായിരുന്നു. അഗസ്റ്റൻ ജോസഫ് ഉണ്ട്, നായിക അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. അപ്പോൾ പാടണമല്ലോ സ്വന്തമായിട്ട്, ഞാൻ പാടുമെന്നറിയാം. പിന്നെ ഈ ഡയലോഗ് പറയണം, സാറ് സ്ക്രിപ്റ്റ് കൊടുത്തെന്തോ വായിപ്പിക്കും. അപ്പോൾ എൻ്റെ ഈ തന്ന് ഞാൻ വായിച്ച് വന്നപ്പോൾ അച്ഛൻ എന്തോന്നൊരു സങ്കടമുള്ളത് വന്നപ്പോൾ എനിക്ക് തൊണ്ടയടറി. സാറ് പറഞ്ഞു മതി, നിർത്തിയേക്കാൻ പറഞ്ഞു. അതായത് ഒരു ശോക നായികയെ ഞാൻ അവതരിപ്പിക്കും, അത് വിജയിക്കും, ഞാൻ പേരിടാൻ പോവാ നാടകത്തിൽ ഭാഗ്യലക്ഷ്മി എന്നും പറഞ്ഞാണ് കഥ എഴുതുന്നത്. ഒരു നല്ല അമ്മ, നല്ല സഹോദരി, നല്ല ഭാര്യ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് അതിലൊക്കെ തന്നെ ഞാൻ ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ ചേച്ചിയുടെ അഭിനയിച്ചു. എൻ്റെ ഭാര്യയായിട്ടും ജ്ഞാനസുന്ദരിയിൽ എൻ്റെ ഭാര്യയാണ്, കൂടപ്പുറപ്പിൽ എൻ്റെ അമ്മയാണ്, തറവാട്ടമ്മയിൽ അമ്മയാണ്. ഇങ്ങനെയൊക്കെ പല വേഷങ്ങളും അഭിനയിച്ച് ഞങ്ങൾ ഒത്തുകൂടി അവരുടെ ആ കഴിവും അവരുടെ ആ സ്നേഹവും അവരുടെ ആ ഉപദേശവും ഒക്കെ എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിലും അത്ഭുതമായിട്ട് ഞാനിപ്പോൾ ഇന്ന് നോക്കുന്നത് വന്നപ്പോൾ അപ്രതീക്ഷിതമായി നമ്മുടെ അപ്പച്ചൻ മുതലാളിയെ കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇതൊരു വലിയ സംഭവമല്ലേ? കാരണം ഞങ്ങൾക്കൊക്കെ അന്നദാതാവായിരിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് പലതും തന്ന് ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ പ്രശസ്തരാക്കി, ഞങ്ങളെ വലിയവരാക്കി. ഉദയായുടെ വടക്കമ്പാടുകളിൽ ഞാൻ ഒരുപാട് പേരെടുത്തവനാണ്, സാമ്പത്തികമായി ഒരുപാട് സഹായിച്ചതാണ്. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഷൂട്ടിംഗ് കാലത്ത് അപ്പച്ചൻ മുതലാളിയോട് പറഞ്ഞാൽ ഉടനെ അതിന് പരിഹാരം കാണുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനും കൂടി ഇന്ന് വന്നു എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എല്ലാം കൊണ്ടും വലിയ സന്തോഷമായി. ചേച്ചിയുടെ പരിപാടി ഏറ്റവും വലിയ വിജയപ്രദമായി തീരുന്നു. അതാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്കത് സ്വാഭാവികമായിട്ട് തന്നെ അത് കിട്ടിക്കൊണ്ടിരിക്കും. പരിപാടിയുടെ തുടക്കത്തിൽ സുരേഷ് ഗോപി നമ്മളോട് പറഞ്ഞു, സുരേഷ് ഗോപിയും രാധികയും എത്ര നിർബന്ധിച്ചിട്ട് പോലും അമ്മ വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പം അമ്മയുടെ ചില സൗകര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ കൊണ്ടാണ് പോകാത്തതെന്ന് പറഞ്ഞു. എങ്കിലും അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകൻ്റെയും ഭാര്യയുടെയും കൂടെ നിൽക്കാനാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ കൊച്ചുമകനും ഭാര്യയും നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാനെത്തിയിട്ടുണ്ട്. ശ്രീ ആറന്മുള രാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഗീതാ രാമചന്ദ്രൻ. ഇവരെ രണ്ടുപേരെയും ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. സുരേഷ് ഞങ്ങൾ ചോദിച്ചു എന്താണ് അമ്മ കൂടെ ഇല്ലാത്തത്, സുരേഷിൻ്റെ കൂടെ താമസിക്കാമെന്ന് ചോദിച്ചാൽ പറഞ്ഞിങ്ങനെ പ്രിയപ്പെട്ട കൊച്ചുമോനെ വിട്ട് വരില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അമ്മയാണ്, അമ്മൂമ്മയാണ്, പക്ഷേ എനിക്ക് എൻ്റെ പൊന്നമ്മയാണ്, അതുപോലൊരു പൊന്നു മോനുമാണ് ഇത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ മാറി താമസിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതാ കൊച്ചുമോനെന്ന് പറയുന്നതേ ഉള്ളൂ. അവൾ പ്രസവിച്ചെങ്കിലും 2 വയസ്സേ ഉള്ളൂ അവൾ പോയപ്പോൾ. അമ്മ മരിക്കും. അന്ന് പോലെ പിന്നെ അമ്മൂമ്മയെന്നല്ല അമ്മ തന്നെ അവൻ വിളിക്കുന്നത്. എനിക്ക് അമ്മ, അച്ഛൻ, മാമൻ 3 പേരായിരുന്നു. എന്നാണ് അത് മനസ്സിലാകുന്നതെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ അമ്മ 20 വയസ്സായ പിന്നെ അത് കുറച്ച് പ്രായമായ പിന്നെ അതുവരെ അറിയില്ലായിരുന്നു. അതുവരെ മാമൻ എൻ്റെ ചേട്ടനെ പോലെ തന്നെയാണ്. എല്ലാവരും ചോദിക്കും, ചിലർ ചോദിക്കും എന്തിനാ മാമൻ വിളിക്കുന്നത്, നനിയൻ എന്നായിരുന്നു ആളുകളുടെ ധാരണ. അവൻ അറിഞ്ഞത് കൂട്ടുകാരൊക്കെ കൂടെ പറഞ്ഞാണ്, മോനല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പിന്നെ അറിഞ്ഞത്. അങ്ങനെ അത് ശരിയാണോ എന്ന് ചോദിക്കാൻ അവൻ തന്നെ പുറപ്പെട്ട് മറ്റാസി വന്നിരിക്കുക. അതറിയാം, ഒരു കഥയാണ്. 10 വയസ്സുള്ളപ്പോൾ ആരോ കുട്ടികൾ പറഞ്ഞു ആറന്മുള പെനമ്മയ്ക്ക് ഒരു മോനേ ഉള്ളൂ, അത് മെഡിസിന് പഠിക്കുക, കോളേജിൽ പഠിക്കുന്നു, ഇയാൾ അങ്ങനെയല്ല അങ്ങനെയൊക്കെ. അതെനിക്കൊന്നും അറിയണമല്ലോ. ട്രെയിൻ കയറി അവിടെ ചെന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പൈസ എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ അമ്മ പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീ അവിടെ ഇരുന്നു, അവർക്കറിയാം ഞാൻ പോയ വരെ. ഈ 100 രൂപ നോട്ട് കുട്ടികളിൽ തന്നു, അത് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കൈ പൊതിഞ്ഞു കൊടുത്തവർ അതും കൊണ്ട് തന്നെ വന്ന്
അപ്പം ഞാൻ മദ്രാസിൽ പോയി ആ വാസാറിൻ്റെ അവിടെ താമസിക്കും. അപ്പോൾ ആ അഡ്രസ്സൊക്കെ അവനറിയാം. അവിടെ ഇറങ്ങി ഒരു ടാക്സിയും പിടിച്ച് 9 വയസ്സ് അവൻ തിക്കുറിശാന്ന് പറയും, ഇവൻ ഭയങ്കരനാണ് കേട്ടോ ചേച്ചി. ആ വീട്ടിൽ വന്നു. എനിക്ക് രാത്രി ടെലഗ്രാം, ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പം ബാബു അറൈവിങ് എലോൺ സെർച്ച് എഗ്മൂർ. ഓ ശരി. അയ്യോ, അന്ന് രാത്രി ഞാൻ നേരം വെളുപ്പിച്ച് എൻ്റെ ആയുസിൻ്റെ പകുതി അന്ന് ആരോഗ്യം പോയി സത്യത്തിൽ. അന്ന് വാസാറിൻ്റെ അവിടെ രാധൻ പറഞ്ഞു, എന്താ ചേച്ചി? ഞാൻ പറഞ്ഞു, അവന് ഇത്രയേ ഉള്ളൂ പ്രായം, പൈസ കയ്യിലുണ്ടോ, അവൻ എന്തോന്ന് അറിയാം, മധുരയിലെങ്ങാനും വരുമ്പോഴേ വല്ലവരും വിളിച്ച് വെളിയിൽ തള്ളുമോ, അറിയാൻ പറ്റുമോ? സെർച്ച് എഗ്മൂർ എന്നാ. ഓ ശരി. എഗ്മൂറിൽ പോയി അവിടുന്ന് വാസാറ് ഷൂട്ടിങ്ങിന് പോയിരിക്കാൻ കണ്ട് ഔട്ട്ഡോറിന്. അപ്പോൾ വേറെ മാനേജരും ആരുമില്ല, വേറൊരാളിനെയും വിളിച്ചുകൊണ്ട് ടാക്സിയും വിളിച്ച് രാവിലെ എഗ്മൂർ സ്റ്റേഷനിൽ പോയി. അവിടെ അപ്പോൾ ഇവനൊരു 4 വയസ്സുള്ളപ്പോൾ ഞാൻ അവിടെ ഒരു അവാർഡ് മേടിക്കാൻ പോയി, അനിയത്തി എന്നുള്ള ഫിലിമിന്. അപ്പോൾ ഇവിടെ ആയിരുന്നു. അങ്ങനെ അവൻ കൊച്ചിലൊന്നും അവിടെ പോയിട്ടുണ്ട്. അതാണ് ഒരു ഓർമ്മ, പേരും അറിയാം. അങ്ങനെ അപ്പം ഞാൻ ടെലഗ്രാം അടിക്കും, അറൈവിങ്. ഞാൻ പിറ്റേ ദിവസം ചെല്ലും അവിടെ വെയിറ്റ് ചെയ്യാൻ മാമ്പലത്ത് ഇറങ്ങി. എഗ്മൂറിൽ പോയില്ല, ഞങ്ങൾ എഗ്മൂറിൽ പോയി നിൽക്കുക. അവിടെ ഈ പ്രായത്തിലുള്ള പിള്ളേരെ ഒന്നിനെയും കണ്ടില്ല. എൻ്റെ വിചാരം എന്തോ, ഞാൻ അവിടുന്ന് കാറിനകത്ത് കയറി കരഞ്ഞു വിളിച്ച് അസോസിയേറ്റിൽ വന്നപ്പം ആ പയ്യൻ ഓടി വന്നൊരു പയ്യൻ, അമ്മ ആളിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തി. അവിടെ എത്തി. ഗീത പിന്നെ നേരത്തെ സിനിമയിൽ കണ്ടു അല്ലേ, അമ്മയായി കണ്ട് അമ്മൂമ്മയായി കണ്ടതിന് ശേഷമല്ലേ സ്വന്തം അമ്മൂമ്മയായിട്ട് വരുന്നത് അല്ലേ? രാമേന്ദ്രൻ എന്നാണ് പേരെങ്കിലും അമ്മ വിളിക്കുന്നതാണ് ബാബു. ബാബുവും കലാകാരനാണ്. ആ കൊള്ളാം. ഗാനമേള, പിന്നെ നാടകം, റേഡിയോ നാടകം, സിനിമയിൽ നാടകത്തിലാണ് ഞങ്ങൾ ഈ ആറന്മുള രാമചന്ദ്രൻ എന്നുള്ള പേര് കേട്ടിട്ടുള്ളത്. റേഡിയോ. അതെ, കലാകാരനാണ്. എക്സ് സിനിമാ നടനാണ്. അതെ, ഇപ്പൊ സീരിയൽ നടനാണ്. സീരിയലിലും ഒക്കെ ഉണ്ടായിരുന്നു. ബാബുവിനെ മകനാണെന്ന് ആളുകൾ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞില്ല, അതുപോലെ മകനാണെന്ന് ധരിച്ചിരുന്ന വേറൊരാളുണ്ട്, ഡോക്ടർ ഹരിഹരൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അത് ആറന്മുളയുള്ള ആളാണ്, ഡോക്ടറാണ്, അമ്മയായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരം ശ്രീ ഹരിഹരപുത്രൻ സ്വന്തം മകനാണ്. അങ്ങനെ തന്നെയാണ് പലരുടെയും ധാരണ. അദ്ദേഹം നമ്മളോടൊപ്പം ഈ വേദിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഓരോ വ്യക്തികളെയും നമ്മൾ ഓരോ കാര്യം വെച്ചിട്ടായിരിക്കും ഓർമ്മിക്കുക. ചില ആളുകളുടെ നടപ്പ് നമ്മൾ ഓർമ്മിക്കും, ചില ആളുകളുടെ ശബ്ദം ഓർമ്മിക്കും, ചില ആളുകളുടെ രൂപം, ചില ആളുകളുടെ പേര് മതി. ഈ ഹരിഹരപുത്രൻ എന്നുള്ള പേര് മതി അല്ലേ? ഒരു പ്രാവശ്യം കേട്ടാൽ പിന്നെ നമ്മൾ അധികം ആളുകൾക്ക് ഇല്ലാത്ത പേരായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. രാജപ്പൻ എന്നാണ് വിളിക്കുന്നത് ഞങ്ങളൊക്കെ, വീട്ടിൽ വിളിക്കുന്ന പേര്. ബാബുവിനെ വിളിക്കുന്ന പോലെ രാജപ്പനാണ്. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച്. എൻ്റെ അമ്മ ഡ്രോയിങ് ടീച്ചറും ഞാൻ മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള അടുപ്പം, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ ഒരു അമ്മയായിട്ട് ഞാൻ കണക്കാക്കുന്നത് അമ്മയാണ്. ശരി. ഓ, ഞാൻ വെച്ച് രണ്ടുപേരും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അല്ല, അദ്ദേഹം MBBS, ഞാൻ PhD ആണ്. ഡോക്ടറേറ്റ് ആണ്. ഓ, അങ്ങനെയാണ്, ഡോക്ടറേറ്റ് ആണ്. പക്ഷേ ഡോക്ടർ ആറന്മുള ഹരിഹരപുത്രൻ കേൾക്കുമ്പോൾ ആറന്മുളയും കൂടെ കേട്ടുകൊണ്ടാണ് മോനാന്ന് വെച്ച് എല്ലാവരും വിചാരിക്കുന്നത്. എൻ്റെ അമ്മയും ആറന്മുള അമ്മയും തമ്മിലുള്ള പരിചയത്തിൻ്റെ അടുപ്പത്തിൻ്റെ ഒരു കഥ പറഞ്ഞാൽ, അമ്മയുടെ മൂത്ത മകൾ, എൻ്റെ മൂത്ത സഹോദരി, രണ്ടുപേരുടെയും പേര് മണിയെന്നും അമ്മണിയും. മണി ഒരേ പ്രായം. ഒരു മകനും ഞാനും, മകനും രാജൻ, എന്നെയും വീട്ടിൽ വിളിക്കുന്ന രാജൻ. ഇത് സ്കൂളിൽ ചേർന്നപ്പോൾ അത് രാജശേഖരനായി, ഞാൻ ഹരിഹരപുത്രൻ. അതെ. അപ്പം ലക്ഷ്മിയുടെ അമ്മ പറയാം, എൻ്റെ രാജപ്പൻ ഇന്ന് അങ്ങനെ കാണിച്ചു ഇങ്ങനെ. അപ്പം ഞാൻ എൻ്റെ രാജൻ ഇന്ന് ഞങ്ങളിങ്ങനെ സ്കൂളിലിരിക്കുമ്പോൾ അതായിരുന്നു വർത്തമാനം. ഈ വളരെ ചെറുപ്പം പോലെ അമ്മയെ അറിയാമെന്ന് പറഞ്ഞല്ലോ, എന്താണ് അമ്മയിൽ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത്? എനിക്ക് ഈ ബയോളജിക്കൽ അമ്മയല്ലെങ്കിലും എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു അമ്മയുടെ സ്ഥാനത്താണ്. കാര്യം ഇപ്പോൾ നേരത്തെ ഈ സിനിമാക്കാരൊക്കെ പറയുന്ന പോലെ ഒരു അമ്മയായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയും, ആ ബന്ധമാണ് ഞാനിപ്പോഴും ഒരു അമ്മ എന്നുള്ള നിലയിലാണ് കാത്തു സൂക്ഷിക്കാറുള്ളത്. നേരത്തെ സുരേഷ് ഗോപി പറയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാണ് രാധിക അയച്ചത്. ഇപ്പം മക്കളെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സുരേഷിൻ്റെ ആഗ്രഹം ഭാഗ്യയുടെ മോളെ കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം. നമുക്കിത് അങ്ങനെ നമുക്കല്ലേ ആരോഗ്യവും ദീർഘായുസ്സും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം.